ഓർഗനൈസർ ഇല്ലേ പല വിധത്തിലുണ്ട്. അങ്ങനെയുള്ളൊരു പല വിധത്തിലുള്ള ഓർഗനൈസറിൽ ഒരു വിധമാണ് ഈ വിധം. അതായത് ഇതാണ് ആ ഒരു ഓർഗനൈസർ. ഈ ഒരു ഓർഗനൈസർ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടി പേപ്പർ എടുക്കുന്നു, അങ്ങോട്ടും മടക്കുന്നു, ഇങ്ങോട്ടും മടക്കുന്നു, ലാസ്റ്റ് എന്താവും ഒരു ഓർഗനൈസറായിട്ട് മാറും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഓർഗനൈസറിൽ ഒരു മിനി ഓർഗനൈസറാണ് കേട്ടോ. മിനി എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മിനി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് നെയിൽ പോളിഷ്, ഐലൈനർ, അതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനുള്ള ഒരു സാധനം. അതാണ് ഈ ഒരു ഓർഗനൈസർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കിയത് നമ്മളെ സംഭവം ഇത് ആരെയോ ഇൻവിറ്റേഷൻ കാർഡാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനിത് ഒരു ഓർഗനൈസർ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അതുമല്ല നല്ല എളുപ്പമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്നു, ലാസ്റ്റ് ഇങ്ങോട്ട് സെറ്റാക്കി എടുക്കുന്നു, വേറൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിലൊരു ചിത്രം വരയ്ക്കുന്നു, കൊളാക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ ഓർഗനൈസർ ഞാനിവിടെ നിന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് ട്രൈ ചെയ്തു. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓർഗനൈസർ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വലിയ വലിയ സാധനം വെക്കണം. ഇപ്പോൾ ഒരുപാട് നെയിൽ പോളിഷ്, കുറേ ഐലൈനർ, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് പേപ്പർ വലുതെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഞാനിതേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യണേ. ഈ ഓർഗനൈസറൊക്കെ ലാസ്റ്റ് സെറ്റാക്കി വന്ന സമയത്തുണ്ടല്ലോ, ഒരു കാലൊടിഞ്ഞൊരു ഫീൽ എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയോ മടക്കി മടക്കി വന്നപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്ന് ലാസ്റ്റ് ഒരു ചെരിവ് പോലെയൊക്കെ തോന്നിട്ടോ. നിങ്ങൾക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ നെയിൽ പോളിഷ് സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ അത് സെറ്റായി വന്നിട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിന് ഫൈനലായിട്ട് ഒരു ചെറിയ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ചിത്രം കൂടെ, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസർ ഇവിടെ സെറ്റാണേ. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് മറക്കണ്ട. ലൈക്ക് മാത്രമല്ല, ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട്, ഇതുപോലെ ഉള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം ടാറ്റാ, ബൈ ബൈ. ഈ ഒരു ക്രാഫ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് കമൻറ്റ് അറിയിക്കണേ. ബൈ.